ഹലോ ഹലോ, എവിടെയാടാ നീ? അത് ശരി, അപ്പൊ അങ്ങനെയായോ? നീയല്ലേ ട്രാൻസ്ഫർ വാങ്ങി പ്രാണപ്രവേശത്തിലേക്ക് മുങ്ങിയത്? എടാ ഒന്ന് പതുക്കെ. അല്ല, നീ ഓഫീസിലാണുള്ളത്? ഏയ് അല്ലടാ, ഞാൻ പുറത്താ. ആ, അല്ല, അവിടെ ആർക്കെങ്കിലും വല്ല സംശയമുണ്ടോ? ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. പക്ഷേ കൂടുതൽ പേര് വിചാരിച്ചിരിക്കുന്നത് പ്രമോഷന് വേണ്ടിയാണ് നീ ട്രാൻസ്ഫർ വാങ്ങി പോയിന്ന. അല്ല, നീ പോയ കാര്യമൊക്കെ എന്തായി? ഒന്നും പറയണ്ടടാ മനു. വന്ന അന്ന് മുതൽ ദേ അമ്പിളിയുടെ ഓഫീസിന് മുന്നിൽ തപസ്സിരിക്കുക ഞാൻ. എന്നിട്ട് എന്നിട്ട് എന്താവാൻ? ഒന്ന് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഇനി നീ എവിടെ എത്തിയെന്നറിഞ്ഞ് അവിടെ നിന്ന് മുങ്ങിയതാണോടാ അവള്? ഒന്ന് പോടാ അവിടുന്ന്. അല്ല, അങ്ങനെയാണല്ലോ ഇതുവരെ സംഭവിച്ചത് മുഴുവൻ. നീ ഇവിടെ ആയിരുന്നപ്പോ ജോലിയും രാജിവെച്ച് അവൾ സൂര്യക്ക് എറണാകുളത്തിന് പോയി. നീ അവിടെ ചെന്നപ്പോ അവൾ അവിടെ നിന്നും പോയി. എടാ, ഇനി ചിലപ്പോ അവള് വീട്ടിലേക്ക് എങ്ങാനും തിരിച്ചു പോന്നിട്ടുണ്ടാവോ എന്നാ എന്റെ സംശയം. ഓ, അതാണിപ്പോ ഇങ്ങനെ ഒരു വിളിക്ക് കാരണം അല്ലേ? ഞാൻ അവളുടെ വീട്ടിൽ പോണം. അവൾ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അതല്ലേ നിനക്കിപ്പോ വേണ്ടേ? ഓ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. എന്റെ മനസ്സ് എത്ര വേഗമാണ് നീ മനസ്സിലാക്കിയത്. സമ്മതിച്ചു, നീയാടാ യഥാർത്ഥ സുഹൃത്ത്. തോപ്പിക്കൊന്നും വേണ്ട മോനെ, ഞാൻ അന്വേഷിച്ചിട്ട് അറിയിക്കാം. ഡാ, വെച്ച് താമസിപ്പിക്കല്ലേ, ഇന്ന് തന്നെ പോണം നീ. അതൊക്കെ ഞാൻ ചെയ്തോളാം. പക്ഷേ എന്താ നിന്റെ പ്ലാൻ? അതൊക്കെ ഉണ്ടടാ, ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയാ ഞാനിപ്പോ നടപ്പാക്കാൻ പോകുന്നത്. ഇത് സക്സസ് ആവും, നീ നോക്കിക്കോ. ഇതേ സൂര്യയുടെ കുട്ടിക്കിടാനുള്ള പേരിന്റെ ലിസ്റ്റാ. ആൺകുട്ടികളുടെ ഉണ്ട്,